അതെ, ഈ കള്ളലക്ഷണമൊക്കെ ജന്മനാ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കള്ളലക്ഷണത്തെ പറ്റി നിങ്ങൾ പറയണ്ട. പിന്നീട് എന്ത് പറഞ്ഞാലും ഭദ്രൻ്റെയും വിലാസിനിയുടെയും മോളാണെന്നുള്ള ഡയലോഗൊന്നും വേണ്ട. ഞാൻ വന്ന സ്ഥലം റോങ് ആയത് എൻ്റെ കയ്യിൽ തെറ്റൊന്നും അല്ലല്ലോ കണ്ണേട്ടാ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഗീതു. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ്. സത്യം പറയാമല്ലോ, ഈ റിവ്യൂ എന്ന് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കാരണം അത്രയ്ക്ക്, അതായത് റിവ്യൂ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കാര്യം കേട്ടോ. വളരെ നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ്. അപ്പോൾ എന്താ, എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്താ ഞാൻ പറയാൻ വന്നത്, ഈ മറവിയുടെ കാര്യമെന്ന് വെച്ചാൽ വല്ലാത്ത മറവിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ മറവിയുടെ മരുന്ന് കഴിക്കാൻ പോലും മറക്കുന്നൊരു സാഹചര്യമാണ്. എന്തായാലും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുക. എന്നെപ്പോലെ മറവിയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് ക്ലിക്ക് ചെയ്തേക്കോ കേട്ടോ. അപ്പം നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് വന്നിരിക്കുകയാണ്. ഗോവിന്ദും ഗീതുവും കൂടി തമ്മിൽ ചില സംസാരങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ഗോവിന്ദ് പോകാൻ നേരത്ത് ഗീതുവിനോട് പറയുകയാണ്, നീ വന്ന് വണ്ടി കയറ് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയുകയാണ്, കണ്ണേട്ടൻ പോയിക്കോ, ഞാൻ പക്കിയുടെ അല്ല അജാസിക്കയുടെ വണ്ടിയിൽ ഞാൻ വന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണ, അജാസിക്കയുടെ വണ്ടിയിൽ നീ വരണ്ട, അത് ധ്യാനും രഞ്ജുവും കൂടി അജാസിൻ്റെ കൂടെ വന്നോളും, നീ എൻ്റെ വണ്ടിയിലേക്ക് കയറ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രഞ്ജു പറയണ, അങ്ങനെ നിങ്ങളിപ്പോൾ കിടന്ന് ധൃതി വെച്ചാൽ എങ്ങനെ, എനിക്ക് ഈ ഡ്രസ്സൊക്കെ അങ്ങ് മാറണ്ടേ. രഞ്ജു, നീ ഡ്രസ്സൊക്കെ മാറിക്കോ, ഞാൻ ഗീതുവിനെയും കൊണ്ട് എൻ്റെ വണ്ടിയിലേക്ക് പോവാം. അപ്പോൾ ഉടനെ ഗീതു പറഞ്ഞു, വേണ്ട, ഞാൻ അജാസിക്കയുടെ കൂടെ വന്നോളാം, മര്യാദയ്ക്ക് പോയി വണ്ടി കയറടി എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദ്. അതിനുശേഷം ഗോവിന്ദ് പറയണ, നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് പൊയ്ക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗോവിന്ദ്. അപ്പോൾ ഗീതു പറയണ, ശരി ഇതാ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വിജയലക്ഷ്മിയുടെ അടുത്ത് പറയാണ്, എല്ലാം കുളമാക്കിയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ, ദേ ഞാൻ കണ്ണേട്ടനൊപ്പം പോവുകയാണ്, എന്തെങ്കിലും പൊടിയെങ്കിലും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നാളെ കാണുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ ഭാവാഭിനയത്തിനുള്ള നല്ലൊരു അവാർഡ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ പാട്ടുകാരി അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു പോവുകയാണ്, നമ്മുടെ ഗോവിന്ദിൻ്റെ കൂടെ പോവുകയാണ്. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ സുവർണ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം പുള്ളിക്കാരത്തിയുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയാണ്. അങ്ങനെ അതായത് ലാസ്റ്റ് നമ്മുടെ ഗീതവും ഗോവിന്ദും കാറിൽ കയറി പോകുന്നത് വരെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ സുവർണ പകർത്തിയിരിക്കുകയാണ്. എന്നിട്ട് സുവർണ മൊബൈലും എടുത്തിട്ട് ഇങ്ങനെ തിരിയുമ്പോഴത്തേക്ക് പിന്നിൽ നിൽക്കുന്നു ആര്, ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അജാസ്. അപ്പോൾ അജാസ് ചോദിക്കുകയാണ്, കഴിഞ്ഞോ, അപ്പോൾ എല്ലാം എടുത്തു കഴിഞ്ഞല്ലോ. എടി നീ എന്താ കരുതിയത്, നീ ഈ ചെമ്പകശ്ശേരിയിൽ കാല് കുത്തിയപ്പോൾ തൊട്ട് നീ എൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഇത്രയും സമയം. പിന്നെ നീ ആദ്യമേ തന്നെ ഞാനത് ബ്ലോക്ക് ചെയ്യാതെ ഇരുന്നത് എന്താണെന്നറിയാമോ, അവസാനം കൊണ്ടിട്ട് നിന്നെ പിടിക്കാമെന്നും കരുതിയിട്ടാണ്. ആദ്യമേ വന്ന് നിന്നെ പിടികൂടി കഴിഞ്ഞാൽ അതിനൊരു രസം ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സുവർണ പറയുകയാണ്, അതിന് നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും അജാസ്, നീ എൻ്റെ വഴിയിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ ഷോട്ട് ചെയ്തെടുത്ത കാര്യമുണ്ടല്ലോ, ഇത് ഞാൻ നേരെ ഗോവിന്ദ് സാറിനെ കാണിക്കുമ്പോൾ ഗീതു ഇവിടെ നടത്തിയ ഡ്രാമകളൊക്കെ ഗോവിന്ദ് സാറിന് ബോധ്യപ്പെടും. അതോടുകൂടി അവൾ ഔട്ടാവും. അവൾ എന്നെ കൈവീശി അടിച്ചു. അതിന് എനിക്ക് അവൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാതിരുന്നാലേ ഞാൻ വെറും മണ്ടിയായി പോവും എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ സുവർണ. അപ്പോൾ അജാസ് പറയണ, നീ വിചാരിച്ചാൽ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല സുവർണേ, നീ എന്താ കരുതിയത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജാസ് എന്ത് ചെയ്തെന്നോ, നമ്മുടെ സുവർണയുടെ കയ്യിൽ നിന്നും ആ മൊബൈൽ ക്യാമറ തട്ടിയെടുക്കുകയാണ്. അപ്പോൾ സുവർണ പറയുന്നത്, അജാസ് ഒരുമാതിരി വൃത്തികേട് കാണിക്കരുത്, മര്യാദയ്ക്ക് താടാ എൻ്റെ ഫോണ്, തരില്ല, നീ നല്ല ഭയങ്കര പുള്ളിയല്ലേ, നിനക്ക് പറ്റുമെങ്കിൽ നീ ഇതെൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് മേടിച്ചോളൂ എന്നിങ്ങനെ പറയണം. അങ്ങനെ സുവർണയും നമ്മുടെ അജാസും ഇങ്ങനെ പിടികൂടുകയാണ് മൊബൈലിന്. അങ്ങനെ പിടികൂടിക്കൊണ്ടിരുന്നിട്ട് ഒരു രക്ഷയില്ല. ഒടുവിൽ സുവർണ പറയാണ്, അജാസ് നീ സൂക്ഷിച്ച് വേണം കളിക്കാനായിട്ട്, ഈ മൊബൈലിനകത്ത് വിലപിടിപ്പുള്ള പല രേഖകളും ഉള്ളതാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ ഫോണിങ് തന്നേരെ, അതാ നിനക്ക് നല്ലത് എന്ന് പറയണം. അപ്പോൾ അജാസ് പറയണം, ഇനി എത്രയൊക്കെ പറഞ്ഞാലും ഈ ഫോണിന് നിൻ്റെ കൈ കൊണ്ട് തൊടാനേ പോകുന്നില്ല, ഈ ഫോണിന് നിൻ്റെ കൈ കിട്ടാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജാസ് ആ ഫോണ് പോക്കറ്റിലേക്ക് ഇടുകയാണ്.
അപ്പോൾ നമ്മുടെ സുവർണ പറയണ്, എടാ നീ കുറേ നാളായല്ലോ ഇപ്പോൾ ഗീതുവിൻ്റെ വാലാട്ടിപ്പട്ടിയായിട്ട് നടക്കാനായിട്ട് തുടങ്ങിയിട്ട്. ഇത് വല്ലതും രാധികാമ്മ അറിഞ്ഞാലുണ്ടല്ലോ നിൻ്റെ ജീവിതം ഇന്നുകൊണ്ട് തീരും. അവർ തന്നെ നിന്നെ ഷൂട്ട് ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ അജാസ് പറയണ, നീ പോയി പറഞ്ഞുകൂട്, ഏത് സമയം വേണമെങ്കിലും എൻ്റെ മരണം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ സുവർണ പറയണ, നീ രാധികാമ്മയുടെ കൈ കൊണ്ടല്ലടാ, നീ എൻ്റെ കൈ കൊണ്ടാണ് മരിക്കാൻ പോകുന്നത്. അത് ഞാൻ നിനക്ക് വേണ്ടി കുറിച്ചിട്ടിരിക്കുന്നതാ. നീ അത് നിൻ്റെ മനസ്സിൽ സൂക്ഷിച്ചോ. ഏതെങ്കിലും ഒരു ഇരുട്ടത്ത് നീ നിൻ്റെ മരണം പ്രതീക്ഷിച്ചോ. എൻ്റെ കൈ കൊണ്ടായിരിക്കും അത് നടക്കുക എന്നിങ്ങനെ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ സുവർണ. അപ്പോൾ അജാസ് പറയണ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, നീ നിൻ്റെ പാട് നോക്കി പൊടി വേണേ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ സുവർണ നമ്മുടെ അജാസിൻ്റെ മുമ്പിലിരുന്നു ഇങ്ങനെയൊക്കെ കുറേ ഭാവാഭിനയങ്ങളൊക്കെ കാഴ്ച വെച്ചിട്ട് പുള്ളിക്കാരത്തി ഇറങ്ങി പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ ഗോവിന്ദും ഗീതവും കൂടി ഇങ്ങനെ കാറിൽ യാത്ര ചെയ്ത് ഇങ്ങനെ പോവുകയാണ്, റിസോർട്ടിലേക്ക് പോവുകയാണ്. ശരിക്കും നമ്മുടെ ഗോവിന്ദിൻ്റെ മുഖം ഇങ്ങനെ കലം കെട്ടി വെച്ച് എനിക്ക് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ഗീത ഉണ്ടല്ലോ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെയൊക്കെ നോക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഗീത മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വരാ, ഈ മനുഷ്യൻ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടല്ലോ, റിസോർട്ടിൽ കൊണ്ടുവന്ന് എന്നെ പൊരിക്കാനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ഗീതു ആലോചിക്കുകയാണ്, ഇങ്ങനെ മൂഡ് മാറ്റിയെടുക്കാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു നല്ലൊരു പാട്ടിട്ട് കൊടുത്താലോ എന്നിങ്ങനെ ഗീതുവിന് മനസ്സിൽ വരികയാണ്. അങ്ങനെ നമ്മുടെ ഗീതു ഒരു പാട്ടിടുകയാണ്, നല്ലൊരു മെലഡി സോങ് ഇടുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയണം, പാട്ട് നിർത്തടി. എനിക്ക് പാട്ട് കേൾക്കണം. നീ പാട്ടിടണ്ട, മര്യാദയ്ക്ക് പാട്ട് നിർത്തിക്കോ എന്ന് പറയണം. അപ്പോൾ ഗീത പറയണം, എനിക്ക് വൈകിട്ട് സാധകം ചെയ്യാനുള്ളതാ, അതുകൊണ്ട് എനിക്കിത് കേട്ട് പഠിച്ചേ പറ്റുള്ളൂ. വൈകിട്ട് സാധകോ? അല്ല കണ്ണേട്ടാ, വൈകിട്ട് എനിക്കൊരു പാട്ട് പ്രോഗ്രാമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ പാട്ട് കേട്ട് ഇതിൻ്റെ ഒപ്പം പാടി സാധകം ചെയ്യാൻ വേണ്ടിയിട്ടിട്ടതാണ്. അതുകൊണ്ടാണ് കണ്ണേട്ടാ. നിനക്ക് പാടാനുള്ള പാട്ടില്ലേ, റിസോർട്ടിൽ വരട്ടെ, അക്ഷരങ്ങളൊക്കെ കൂട്ടിപ്പെറുക്കി വെച്ച് കൂട്ടിക്കുഴച്ച് ഞാൻ തന്നെ നിനക്കൊരു പാട്ട് പാടിത്തരാം, അത് പോരെ നിനക്ക് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറഞ്ഞു, അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഗീതു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഗോവിന്ദിൻ്റെ മനസ്സിൽ വരികയാണ്, ഇവള് എന്താണാവോ ഇവക്ക് ശരിക്കും ധ്യാനിനെക്കുറിച്ച് എങ്ങനെയാണ് ഇവക്ക് ധ്യാനിനെക്കുറിച്ച് പിടി കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം അതായത് ധ്യാനും രഞ്ജുവും തമ്മിലുള്ള കാര്യം എങ്ങനെയാണ് പിടി കിട്ടിയത് എന്നിങ്ങനെ ഗീതു മനസ്സിലാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരൻ ചിന്തിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഗീതു ഇങ്ങനെ പറഞ്ഞിങ്ങനെ മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട് ഗോവിന്ദ് ചോദിക്കണം, അല്ല നീ ഇപ്പം എന്താ മിണ്ടാതിരിക്കുന്നത്, സാധാരണ കലവില എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, ഇപ്പം എന്താ നിനക്കൊന്നും മിണ്ടണ്ടേ എന്ന് ചോദിക്കണം. അപ്പോൾ ഗീതു പറയണം, ഞാനെന്ത് മിണ്ടാനാണ്, ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പോയതാണ്. സംഗീതത്തിനെ മനസ്സിൽ കൊണ്ടു നടന്ന് എൻ്റെ ജീവിതം കണ്ണേട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷം നശിച്ചു പോയല്ലോ എന്നോർത്ത് എൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി എന്നോർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ, ഹേയ് കോഞ്ഞാട്ടെ, അതിനെ നീ കോഞ്ഞാട്ടേന്നും അല്ലടി, നീ വെറും പേട്ട് തേങ്ങയാണ്, പേട്ട് തേങ്ങ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീത ചോദിക്കണം, പേട്ട് തേങ്ങ ഞാനോ? പിന്നെ അല്ലാതെ നീ പേട്ട് തേങ്ങയാണ്, അല്ലാതെ നീ എന്താ വിചാരിച്ചത്, നീ എന്താ പനമ്പട്ടയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ഗോവിന്ദ് ചോദിക്കുമ്പോഴത്തേക്ക് ഗീതു ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, എന്താ മുണ്ടാട്ടം മുട്ടിപ്പോയ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണം, മൗനം വിദ്വാന് ഭൂഷണം. അയ്യടി, മൗനം വിദ്വാന് മാത്രമല്ല, ചില പഠിച്ച കള്ളിയേക്കും മൗനം ഭൂഷണം തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഗീതു ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാനും വിജയലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം ഇവൾ മനസ്സിലാക്കി കാണോ, അതുകൊണ്ടാണോ ഇവൾ ഇങ്ങനെയൊക്കെ ഓരോരോ രീതിയിലൊക്കെ നിൽക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അതേസമയം നമ്മുടെ ഗീത് മനസ്സിൽ വിചാരിക്കുകയാണ്, വിജയലക്ഷ്മിയുടെ മകനാണ് കണ്ണേട്ടൻ എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് കണ്ണേട്ടന് മനസ്സിലായോ എന്നിങ്ങനെ ഇവർ രണ്ടുപേരും ഒരേ സംഭവം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം റിസോർട്ടിലെത്തി കഴിഞ്ഞിരിക്കുകയാണ്. റിസോർട്ടിലെത്തി അങ്ങനെ നമ്മുടെ ഗോവിന്ദും ഗീതും കൂടി ഒരിടത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ, എനിക്ക് നിന്നിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയണം, ഞാൻ ചോദിക്കുന്നതിനെല്ലാം നീ സത്യസന്ധമായിട്ട് ഉത്തരം തരണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു ഉടനെ തന്നെ നമ്മുടെ ഗോവിന്ദിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഉടനെ പറയണേ, ബഹുമാനപ്പെട്ട എൻ്റെ കണ്ണേട്ടനോട് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല, സത്യസന്ധമായി മാത്രമേ ഞാൻ സംസാരിക്കൂ എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദനാണ്, ആഹാ നീ പറഞ്ഞേ തന്നെ ഉണ്ടല്ലോ ഒരു കള്ളലക്ഷണം എന്നിങ്ങനെ പറയണ. അത് കണ്ണേട്ട, ആ കള്ളലക്ഷണം എന്ന് പറഞ്ഞാലേ എനിക്ക് ജന്മനാ ഉള്ളതാണ്.
അത് ചിലപ്പോൾ ശരിയായിരിക്കും. നീ ആ ഭദ്രൻ്റെ മോളല്ലേ, അപ്പം നിനക്ക് കള്ളലക്ഷണം ജന്മനാ കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ. ദേ കണ്ണേട്ടാ, ഞാൻ വന്ന സ്ഥലം റോങ് ആണെന്ന് കരുതിയിട്ട് എന്നെ ആ കൂട്ടത്തിൽ കൂട്ടല്ലേ. കാര്യം ഞാൻ വിലാസിനീരം ഭദ്രൻ്റെയൊക്കെ മോള് തന്നെയാണ് എന്ന് കരുതിയിട്ട് എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അതേസമയം ഞാൻ ആ പാട്ടുകാരി വിജയലക്ഷ്മിയുടെ മോളായിട്ടാണ് ജനിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, എന്നെ കാണാനൊരു റോയൽ ലുക്ക് ഉണ്ടായിരുന്നേനെ എന്നിങ്ങനെ പറയണം. ഗോവിന്ദനാണെങ്കിൽ അത് ഒട്ടും പിടിക്കുന്നില്ല. അപ്പോൾ തന്നെ ഗീതു പറയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ശിവരഞ്ജിനിയെ കണ്ട ഒരു റോയൽ ലുക്കൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗീതു പറയാണ്, ശിവരഞ്ജിനിക്ക് റോയൽ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണേട്ടന് അസൂയൊന്നും തോന്നണ്ട. കണ്ണേട്ടൻ്റെയും ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോയൽ ലുക്കൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, ദേ ഗീതു കളിക്കാതിരി, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട. നീ ഇപ്പോൾ എൻ്റെ റോയൽ ലുക്കൊന്നും അളക്കാൻ നിൽക്കണ്ട. നീ ചോദിച്ചതിന് സമാധാനം പറ. എന്ത് കാര്യം? ഞാൻ നിന്നോട് ചോദിക്കാനുള്ളതേ വേറൊന്നുമല്ല. നിനക്ക് എങ്ങനെയാണ് ധ്യാനും രഞ്ജുവും തമ്മിലുള്ള അടുപ്പത്തെ പറ്റി എങ്ങനെ നീ മനസ്സിലാക്കി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മിച്ചിട്ട് അത് മനസ്സിലാക്കാൻ എന്താ പാട്? ഞാൻ അന്ന് രഞ്ജുവിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ കൂട്ടിരുന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് രാത്രിയിൽ രഞ്ജു തന്നെ എന്നോട് പറഞ്ഞത് ധ്യാൻ എന്ന് പറയുന്ന ആളിനോട് രഞ്ജുവിന് പ്രണയമാണെന്നൊക്കെയുള്ള കാര്യം രഞ്ജുവോട് പറഞ്ഞു തന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, അത് ശരി, പക്ഷെ നിനക്ക് എവിടെ നിന്നാണ് ധ്യാൻ്റെ നമ്പർ കിട്ടിയത്? ധ്യാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഫോൺ നമ്പർ എവിടെ നിന്ന് കിട്ടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഗീതു ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, അത് കണ്ണേട്ടാ, ഒരു ദിവസം കണ്ണേട്ടൻ രാത്രിയിൽ ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് ഒരു ദിവ്യ ജ്യോതി വന്നതായിട്ട് കണ്ണേട്ടൻ കണ്ടില്ലേ, ഒരു പ്രകാശം. അപ്പോൾ ഉടനെ ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഗോവിന്ദിന് മനസ്സിലാവാണ് അന്ന് മദ്യപിച്ചിട്ട് വന്നിട്ട് കിടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രകാശം വന്നതായിട്ട്. അപ്പോൾ ഗീതു പറയണം, അതെന്താണെന്നറിയാമോ? കണ്ണേട്ടൻ്റെ ഫോൺ എടുത്തിട്ട് ഞാനതിൽ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി കണ്ണേട്ടൻ്റെ മുഖത്തടിക്കുമ്പോൾ കണ്ണേട്ടൻ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തിന് കണ്ണേട്ടൻ്റെ ഫേസ് ലോക്ക് മാറിയിട്ടുണ്ടായിരുന്നു. മൊബൈലിൻ്റെ ഫേസ് ലോക്കാണ് ഇട്ട് വെച്ചിരുന്നത്, അത് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണേട്ടൻ്റെ ഫോൺ എടുത്ത് അരിച്ച് പെറുക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാ ധ്യാനിൻ്റെ നമ്പർ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, എടീ ഭയങ്കരി, നീ എൻ്റെ മൊബൈലും പരിശോധന തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു പറയണം, കണ്ണേട്ട ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കള്ളത്തരമൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവർ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദിൻ്റെ ഫോണിൽ കോള് വരികയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ധ്യാനും രഞ്ജുവും അവിടെ വന്നതായിട്ട്, റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ധ്യാൻ വിളിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോവുകയാണ്. രഞ്ജുവിൻ്റെയും അതേസമയം നമ്മുടെ ധ്യാനിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ധ്യാനും രഞ്ജുവും കൂടി റിസോർട്ടിൻ്റെ ഒരു സൈഡിൽ കടൽ തിരമാലകളൊക്കെ അടിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ ഗോവിന്ദും ഗീതവും കൂടി എത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്, ഞാൻ ഇവിടേക്ക് തന്നെ നിങ്ങളോട് വരാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാലേ, ഇവിടെ ആകുമ്പോൾ നിങ്ങളുടെ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങളൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ ഗോവിന്ദ് പറയുമ്പോൾ രഞ്ജു പറയണം, ഏട്ടൻ അതൊന്നും പറയണ്ട, ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിലേ എൻജോയ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, എൻജോയ് ചെയ്തതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രഞ്ജി ചോദിക്കുകയാണ്, അല്ല ഗോവിന്ദേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനും ധ്യാനും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് നിങ്ങളാരും എന്താ ഒന്നും പറയാത്തത്? ധ്യാനാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ലീവ് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ധ്യാൻ ഇങ്ങ് പോയി കഴിയും. അപ്പോൾ അതിന് മുമ്പ് വിവാഹം നടത്തണ്ടേ ഗോവിന്ദേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദും ഗീതും എല്ലാവരും ഇങ്ങ് വല്ലാണ്ടാവുകയാണ്. അപ്പോൾ രഞ്ജി ചോദിക്കുന്നത്, എന്താ നിങ്ങളുടെ മുഖമൊക്കെ ഇങ്ങ് വല്ലാണ്ടായത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഗീതു അത് ഏറ്റെടുക്കുകയാണ്. ഗീതു പറയണം, എൻ്റെ രഞ്ജു എന്തിനാ ഇപ്പോഴേ വിവാഹം കഴിക്കാൻ പോകുന്നത്? അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഇനിയും കുറേ നാൾ പ്രണയിച്ച് കഴിഞ്ഞൂടെ? നിങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായിട്ട് നിന്നുള്ള പ്രണയം ഉണ്ടല്ലോ, ആ പ്രണയത്തിനൊരു പ്രത്യേക സുഖമാണ്. അതൊക്കെ അനുഭവിച്ചിട്ട് പിന്നീട് പോരെ കല്യാണം കഴിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അത് ശരിയാ, ഇതുപോലെയുള്ള പ്രണയമൊക്കെ അനുഭവിച്ച് അതിൻ്റെ സുഖമൊക്കെ പറ്റിയിരിക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്നത്. അതുകൊണ്ടേ ഇവക്കാണെങ്കിലുണ്ടല്ലോ ഇപ്പോഴും ഇങ്ങനെ ആണെങ്കിൽ പോലും ഇപ്പോഴും ഭാര്യയായിട്ട് കഴിയുന്നെങ്കിൽ ഇപ്പോഴും അവളുടെ മനസ്സ് ആദ്യ പ്രണയത്തിലാണ് എന്നിങ്ങനെ പുള്ളിക്കാരനെ ഒന്നും ആലോചിക്കാതെ അങ്ങ് പറയുന്നതാണ്. ഗീത ഉടനെ ഇങ്ങനെ ഒരു തുറിച്ചൊരു നോട്ടം നോക്കണം. അതിന് ശേഷം, കണ്ണേട്ടാ നിങ്ങൾക്കുള്ളത് ഞാൻ ഇന്ന് തന്നേക്കാം, വീട്ടിൽ വന്നേരെ നിങ്ങളുടെ മുതുവത്തിട്ട് ഞാൻ തരുന്നുണ്ട്, ഈ പറഞ്ഞ വാക്കേ ഞാൻ ദേ ഇവിടെ കയറ്റി വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതു ഇങ്ങനെ ഗോവിന്ദിനെ തുറിച്ച് നോക്കിയിരിക്കണം. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ വിചാരിക്കണം,
ഇവളെന്താ ഇങ്ങനെയൊക്കെ നോക്കുന്നത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ പുള്ളിക്കാരൻ ഓർക്കാതെ പറഞ്ഞതാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് അങ്ങനെ പറയുമ്പോഴത്തേക്ക് രഞ്ജി പറയണം, എനിക്ക് അതിനോട് താല്പര്യമില്ല ഗീതു, വിവാഹം കഴിക്കണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ധ്യാനിനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാറി നിൽക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഉടനെ ഗീതു പറയണം, എൻ്റെ രഞ്ജു, വിവാഹത്തിന് മുമ്പ് നമ്മൾ പെണ്ണുങ്ങൾ കരുതുന്നതേ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കരുതും നമ്മൾ അവർക്ക് അരികിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സ്നേഹവും കരുതലും ആയിരിക്കുമെന്ന്. ശരിക്കും പറയുവാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രേമം കൊടൈക്കനാലിൽ മഞ്ഞാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഭാര്യാഭർത്താക്കന്മാരായിട്ട് കഴിയുമ്പോഴുള്ള സ്നേഹമുണ്ടല്ലോ, വിഷപ്പാമ്പ് നിറഞ്ഞ ഒരു ദ്വീപിലേക്ക് എത്തി നോക്കുന്നത് പോലുള്ള, ഒരു ദ്വീപിലേക്ക് വീഴുന്നത് പോലുള്ള പ്രണയമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, ഓ ദാണ്ടേ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ എന്നിങ്ങനെ ഗീതുവിനെ നോക്കി പറയുകയാണ്. അപ്പോൾ ഗീതു പറയണം, കണ്ണേട്ടാ, തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടും ഒന്ന് ചേർത്ത് പോലും പിടിക്കാത്ത ദുഷ്ടനായ നിങ്ങളാണോ ഈ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് ഗീതു. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തായാലും ഇനി കല്യാണത്തിന് കല്യാണം കഴിക്കാതെ പ്രണയിച്ച് നടക്കണോ, അത് കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണോ എന്നൊക്കെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരി. ഞാനും ധ്യാനും കൂടി ഒന്ന് മാറി നിന്ന് എനിക്ക് കുറച്ച് കാര്യം ധ്യാനോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ ധ്യാനെയും കൂട്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ രഞ്ജി ചോദിക്കുകയാണ്, എന്താ ഗീതു ഏട്ടൻ ധ്യാനെയും കൂട്ടി പോയത്, നമ്മൾ തമ്മിൽ കേൾക്കാൻ പാടില്ലാത്ത എന്താ അവർക്ക് തമ്മിൽ പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗീതു പറയാണ്, അത് അവർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും സംസാരിക്കാനായിട്ട്, അതിനു വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും. അല്ല രഞ്ജു, നിങ്ങൾ തമ്മിൽ സഹോദരങ്ങളാണെന്നുള്ള കാര്യം, ഗോവിന്ദേട്ടനും നീയും കൂടപ്പിറപ്പുകളാണെന്നുള്ള കാര്യം ധ്യാനിന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രഞ്ജു പറയാണ്, ധ്യാനിന് എൻ്റെ ജീവിതത്തിൽ അറിയാത്തതായിട്ട് ഒന്നുമില്ല ഗീതു, എല്ലാം ഞാൻ പറയാറുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാം അറിയാം എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം നമ്മുടെ ഇവർ നിൽക്കുന്ന സമയത്തിന് നമ്മുടെ അജാസ് അങ്ങോട്ടേക്ക് വരികയാണ്. അജാസ് വന്നിട്ട് ഗീതുവിനോട് പറയുകയാണ്, ഗീതു പെങ്ങളോട് എനിക്ക് തനിച്ചൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ വിളിച്ചിട്ട് മാറ്റി കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അജാസ് പറയുകയാണ്, ഗീതു, പെങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ശത്രു നമ്മളെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ചെമ്പകശ്ശേരിയിൽ കുറച്ച് മുമ്പ് സുവർണ ഉണ്ടായിരുന്നു, അവിടെ വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ നമ്മുടെ അജാസ് ഗീതുവിനോട് പറയുകയാണ്. അതിനുശേഷം അജാസ് പറയുകയാണ്, എന്തായാലും ചെമ്പകശ്ശേരിയിൽ സുവർണ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം രഞ്ജു ഗോവിന്ദ് സാറിൻ്റെ പെങ്ങളാണെന്നുള്ള സത്യം രാധികാമ്മ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രാധികാമ്മ അത് മനസ്സിൽ വെച്ച് പെരുമാറുന്നിടത്തോളം നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, കാരണം അപകടം ഏത് വഴിക്ക് വേണമെങ്കിലും വരാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അജാസ്. അത് കേട്ടിട്ട് ഇങ്ങനെ ഗീതു ഇങ്ങനെ ആലോചിക്കുകയാണ്, പ്രിയമോള് വന്നിട്ട് ഞാനാണ് ഗോവിന്ദേട്ടൻ്റെ അനിയത്തി, എനിക്ക് ഗോവിന്ദേട്ടനോടുള്ള സ്നേഹം നഷ്ടപ്പെടും ഗീതു വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, ആ ഒരു സംഭവം നമ്മുടെ ഗീതുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഗീതു അജാസിനോട് പറയാണ്, ഇക്ക അവർ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം 100% സത്യമാണ്, എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രതിസന്ധി നമുക്ക് മറികടന്നേ മതിയാവൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അജാസ് പറയുന്നത്, സുവർണ ഇനി അടങ്ങിയിരിക്കത്തില്ല, എന്തായാലും സുവർണയുടെ മൊബൈൽ ഇപ്പോൾ എൻ്റെ കയ്യിലായിട്ടുണ്ട്, അതുകൊണ്ട് ആ തെളിവ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇവരൊക്കെ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും, എന്തായാലും പെങ്ങളൊന്ന് സൂക്ഷിക്കണം എന്നിങ്ങനെ അജാസ് പറയുകയാണ്. അതേസമയം ധ്യാനും ഗോവിന്ദും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് ധ്യാനോട് പറയുകയാണ്, രഞ്ജു എനിക്ക് എൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശരിക്കും ധ്യാനറിയാം ഗോവിന്ദിൻ്റെ പെങ്ങളാണ് എന്നുള്ള സത്യം, പക്ഷേ ഗോവിന്ദ് അത് തുറന്ന് ഗോവിന്ദിനോട് നമ്മുടെ ധ്യാനൊന്നും ചോദിക്കുന്നില്ല അതേപ്പറ്റി. എന്നിട്ട് പറയുന്നത്, അവൾ എനിക്ക് എൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്, പിന്നെ അവളുടെ അമ്മ വിജയലക്ഷ്മി ഞാനുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അവരും എൻ്റെ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറായിരുന്നു അവർ. പിന്നീട് എൻ്റെ അച്ഛന് ബിസിനസ്സിൽ ഒരു ഇടിവ് വന്ന സമയത്ത് അവർ അച്ഛനെ ഉപേക്ഷിച്ച് പോയി. പക്ഷേ പിന്നീടാണ് എൻ്റെ അച്ഛൻ മരിക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് അച്ഛൻ്റെ ഡയറി പരിശോധിച്ചപ്പോൾ അതിനകത്ത് അവർക്ക് അർഹതപ്പെട്ട, അതായത് അന്ന് ഇവർ പാർട്ട്ണറായിരുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ടിയിരുന്ന ക്യാഷിൻ്റെ പിന്നെ ആ തുകയൊക്കെ അച്ഛൻ എഴുതി എല്ലാം ഡയറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയൊരു എമൗണ്ട് ഞാൻ കൊടുക്കണം, പക്ഷേ ഞാനത് കൊടുക്കില്ല, ആ എമൗണ്ട് ഞാൻ അവർക്ക് കൊടുക്കില്ല, അത് ഞാൻ അവരുടെ മകളായ രഞ്ജുവിന് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ കാനഡയിലൊക്കെ പോയി അത്രയും ദൂരെ മാറി നിന്ന് ജോലി ചെയ്യുന്നതിനേക്കാളും ഇവിടെ
നാട്ടിലൊരു ജോലി ചെയ്ത് ജീവിച്ചൂടെ? നല്ലൊരു ബിസിനസ് തുടങ്ങാനുള്ള ക്യാഷ് ഞാൻ തരാം. എൻ്റെ സ്വത്തുകൾ എത്ര വേണമെങ്കിലും രഞ്ജുവിന് കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ധ്യാനിന് ഇവിടെ തന്നെ വലിയൊരു ബിസിനസ് നടത്തി ഇതാക്കാനുള്ള പൈസയും എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് ഇങ്ങനെ പറയുകയാണ് ഗോവിന്ദ്. അത് കേൾക്കുന്ന സമയത്ത് ധ്യാൻ പറയുകയാണ്, ഞാൻ ശരിക്കും ഇന്നോ നാളെയോ മരിക്കും എന്നുള്ള രഞ്ജുവിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള സമ്മാനമാണോ ഇതൊക്കെ? ഈ ഓഫറുകളൊക്കെ അതിന് വേണ്ടിയിട്ട് തരുന്നതാണോ? എന്തായാലും അതൊന്നും എനിക്ക് ആവശ്യമില്ല ഗോവിന്ദേട്ട. കാര്യം ഞാൻ അന്നും ഇന്നും എന്നും സ്നേഹിച്ചത് രഞ്ജുവിന് വേണ്ടിയിട്ട് മാത്രമാണ്. അവൾക്ക് രോഗമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവളെ വിട്ടു പോയതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ അടുത്തില്ലാതിരിക്കുമ്പോൾ ആ ഒരു വാശിക്ക്, അവളെ ഞാൻ ഇട്ടിട്ട് പോയി എന്നുള്ള വാശിക്ക് അവൾ ജീവിതത്തിലേക്ക് ജീവിക്കട്ടെ എന്ന് കരുതി, വാശിയോടുകൂടി അവൾ ജീവിക്കട്ടെ, അതോടുകൂടി അവളെ മരണം കുറച്ച് അവളെ വൈകിപ്പിക്കട്ടെ എന്നൊക്കെയുള്ള ചിന്തയോട് കൂടിയാണ് ഞാൻ മാറിപ്പോയത്. എനിക്ക് അവളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നും തരണ്ട എന്നിങ്ങനെ ധ്യാൻ പറയുകയാണ്. എന്നിട്ട് ധ്യാൻ പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ എന്നെയും രഞ്ജുവിനെയും തമ്മിലിപ്പോൾ ചേർത്ത് വെച്ചത് ഗോവിന്ദേട്ടൻ്റെ ഭാര്യ ഗീതുവാണെന്ന് പറയുകയാണ്. ഗീതുവിൻ്റെ നിരന്തരമായ ഫോൺ കോളിലും ഒക്കെ കൂടിയാണ് ഞാൻ ഇപ്പോഴും അവളെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ എന്നെ നാട്ടിലേക്ക് വരുത്തിയതും ഗീതു തന്നെയാണെന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ അന്തം വിട്ട് കണ്ണും തള്ളി ഇങ്ങനെ ബൾബ് കണ്ണാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ്. അങ്ങനെ എനിക്ക് ഗീതുവിനോടാണ് നന്ദി പറയാനുള്ളതെന്നൊക്കെ നമ്മുടെ ഗോവിന്ദിനോട് നമ്മുടെ ധ്യാൻ പറയുകയാണ്. ഇത് കേട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് കുന്തം മെഴുങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഗോവിന്ദ്. അങ്ങനെ അതോടുകൂടി ഇന്നത്തെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് തീരുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ എന്താ പറയുന്നത്, ഇന്നത്തെ ഈ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒളിഞ്ഞിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുക. പിന്നെ ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ലൈക്കുകളൊക്കെ വരുന്നുണ്ട് വീഡിയോയിൽ. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ, വരണ്ട് വിണ്ട് കീറി ഇരുന്ന ഒരു തുള്ളി ജലത്തിന് വേണ്ടിയിട്ടിരുന്ന മരുഭൂമിയുടെ അവസ്ഥയായിരുന്നു എനിക്ക് ലൈക്കിൻ്റെ കാര്യത്തിൽ. ലൈക്കുകളൊന്നും വരാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ലൈക്കുകളൊക്കെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, അതായത് നല്ലൊരു പുതുമഴ പെയ്ത ആ ഒരു സന്തോഷമാണ് മനസ്സിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൂടുതൽ ലൈക്കുകളൊക്കെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡിസ്ലൈക്കും വരാം, അതിലും കുഴപ്പമൊന്നും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് എൻ്റെ കുറ്റമോ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലൈക്കല്ല കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി എന്തായാലും മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. രാത്രിയിൽ നല്ല കിടിലം പ്രൊമോ വീഡിയോകളുമായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതുവരെ എല്ലാവർക്കും ബൈ.